പ്രതീക്ഷിച്ച പോലെ തന്നെ നല്ല വിധി തന്നെയാണ് കിട്ടിയത്. ഇതിൽ 1 മുതൽ 8, 10, 15 പ്രതികൾക്ക് ജീവപര്യന്തവും പിന്നെ ഓരോ ലക്ഷം രൂപ വീതം 2 സെക്ഷന് 1 ലക്ഷം രൂപ വീതം എന്ന് വെച്ചാൽ 2 ലക്ഷം രൂപ വീതം ഓരോ പ്രതിയും അടയ്ക്കണം. അപ്പോൾ 1 മുതൽ 10 വരെ 1 മുതൽ 8, 10, 15 പ്രതികൾക്ക് ഇത്രയും ശിക്ഷയുണ്ട്. പിന്നെ ബാക്കി ഇതിനകത്ത് ഈ ജീവപര്യന്തം ആയതുകൊണ്ട് ഇതിനകത്ത് പോകും. പിന്നെ ബാക്കി 14-ാം പ്രതിയും 20 മുതൽ 22 വരെ പ്രതികൾക്കും 5 വർഷം തടവും 10,000 രൂപ ഫൈനും. ഈ പൈസ ഓരോരുത്തരും അടയ്ക്കേണ്ടി വരും. ഈ അടയ്ക്കുന്ന കോമ്പൻസേഷൻ എല്ലാം വിക്ടിംസിൻ്റെ വീട്ടുകാർക്ക് കൊടുക്കാനാണ്, കോമ്പൻസേഷനായിട്ട് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം വിധിയെ നല്ല രീതിയിലുള്ള വിധിയാണ്. വിധി ഹാപ്പിയാണ്. കോടതിയുടെ കണ്ടെത്തൽ അത് റയറസ്റ്റ് ഓഫ് റയർ കേസിൽ പരിവിയിൽ വരുന്നില്ല, അതിൻ്റെ ഇതിൽ വരുന്നില്ല അതുകൊണ്ടാണ് ജീവപര്യന്തമായത്. എന്തായാലും ഞങ്ങൾ പ്രതീക്ഷിച്ച പരമാവധി ശിക്ഷ കിട്ടിയിട്ടില്ല. വധശിക്ഷ 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്ക് വധശിക്ഷ കിട്ടും തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. അവർക്ക് ആ തരത്തിലുള്ള കുറ്റാണ് ചാർത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 6 വർഷം അവർ കഴിഞ്ഞല്ലോ. 6 വർഷം കഴിഞ്ഞു. ഇനി ഒരു 6 വർഷം കഴിഞ്ഞാൽ അവർ തിരിച്ച് നാട്ടിലേക്കായിരിക്കും വരുന്നത്. അപ്പോൾ ശിക്ഷ കുറഞ്ഞു പോയി എന്നാണ് പറയാനുള്ളത്. ഇനിയിപ്പോൾ ഒരു 6 വർഷം കഴിഞ്ഞ് നാട്ടിൽ വന്നാൽ വീണ്ടും അവർ ആവർത്തിക്കും. എന്തായാലും ഇതിൽ തൃപ്തരല്ല. ഇത് ജീവപര്യന്തം, ഇരട്ട ജീവപര്യന്തമായിരുന്നെങ്കിൽ പിന്നെയും ഇരട്ട ജീവപര്യന്തം ഓക്കെ. ഞങ്ങൾ വധശിക്ഷയാണ് പ്രതീക്ഷിച്ചത്. അതിന് അത്ര തക്കതായ NTV UAE to the world.